ഹായ് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുവന്ന് മറ്റുള്ളവർ കൊടുക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കാൻ നേരത്താണ് ആ ഒരു മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കോമ്പറ്റീഷനും അതിനനുസരിച്ച് മാറുന്നത്. അങ്ങനെ പയ്യെ നമുക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ കിട്ടാൻ തുടങ്ങും. അത്തരത്തിൽ LCV സെഗ്മെൻറ്റിലേക്ക് മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു പിക്കപ്പാണ് വീരോ. ഇത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു ബെഞ്ച് മാർക്കായിരിക്കും. ഈ ഒരു വണ്ടി വന്നു കഴിഞ്ഞ് ഇതിലെ ഫീച്ചേഴ്സൊക്കെ കാണുമ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ ഉള്ളവരും അതേപോലെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നല്ല നല്ല പിക്കപ്പുകൾ ഇനി വരും കാലങ്ങളിൽ കിട്ടും. അങ്ങനത്തെ ഒരു വണ്ടിയാണ് മഹേന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത്. മഹേന്ദ്രയുടെ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു പിക്കപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇനിയും ഒരുപാട് വണ്ടികൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രയും അതേപോലെ ദോസ്തും രണ്ടും തമ്മിൽ മിക്സ് ആയിട്ടുള്ള ലുക്കാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും നല്ലൊരു ലുക്കാണ്, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ തോന്നിക്കുന്നുണ്ട്. ഫ്രണ്ടൊക്കെ നോക്കിയാൽ നല്ലപോലെ മസ്കുലറാണ്, ബമ്പറൊക്കെ നോക്കിയാൽ നല്ലപോലെ മസ്കുലറാണ്. ലീഫ് സ്പ്രിങ്സ് ആണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ 5 എണ്ണം, പുറകിൽ 8 എണ്ണമുള്ള ലീഫ് സ്പ്രിംഗ് ആണ് വന്നേക്കുന്നത്. 45 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ 10 ലിറ്ററിൻ്റെയാണ് ആഡ് ബ്ലൂ ടാങ്ക് വരുന്നത്. 3 വേരിയൻസിലാണ് വണ്ടി വരുന്നത്. V2 ഉണ്ട്, V4 ഉണ്ട്, പിന്നെ V6 ഉണ്ട്. പിന്നെ 3 ബോഡി ടൈപ്പും അവൈലബിൾ ആണ്. CBC ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡെക്ക് ഉണ്ട്, പിന്നെ ഹൈ ഡെക്കും ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു കാർഗോ ബെഡിൻ്റെ നീളവും 2 ടൈപ്പ് വരുന്നുണ്ട്. 2765 mm നീളമുള്ളതുകൊണ്ട് പിന്നെ നീളം കൂടിയ 3035 mm നീളമുള്ളതും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് വണ്ടി വരുന്നുണ്ട്. പേലോഡ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഡീസലിൽ 1.6 ടണ്ണും 1.5 ടണ്ണും വരുന്നുണ്ട്. ഇനി CNG വേർഷൻ ഉണ്ട്, അത് നോക്കുകയാണെങ്കിൽ അതിൽ 1.5 ടണ്ണിൻ്റെയും വരുന്നുണ്ട്, 1.4 ടണ്ണിൻ്റെയും വരുന്നുണ്ട്. ഈ 3 വേരിയൻസിലും ഫീച്ചേഴ്സിലൊക്കെ നല്ല പോലെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സാണ് അവരിതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫീച്ചേഴ്സ് മാത്രമല്ല, സേഫ്റ്റിക്കും ഈ ഒരു വണ്ടിയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് കാറിൻ്റെയൊക്കെ പോലത്തെ ഒരു ഡാഷ് ബോർഡാണ് വരുന്നത്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അകത്ത് നോക്കുകയാണെങ്കിൽ ലക്ഷറിയസ് ആണ്. ഈ സീറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് മൊത്തം 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ആ സീറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു സ്ലൈഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഈ സീറ്റ് 3 നമുക്ക് മടക്കാൻ പറ്റും. അങ്ങനെ മടക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരാൾക്ക് കിടന്ന് ഉറങ്ങാമെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് നല്ലപോലെ തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് മറക്കാൻ വേണ്ടി വണ്ടിയുടെ ആ ഒരു ഹാൻഡ് ബ്രേക്കും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സീറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മാറ്റിയാണ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടിയ വേരിയൻറ്റിൽ 3 സീറ്റിലും ആ ഒരു സീറ്റ് ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. അങ്ങനെ അകത്ത് മൊത്തത്തിൽ നല്ലപോലെ സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരു കുന്ന് ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലായ ആ ഒരു V2 നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ അവർ ഫുള്ളി ഫോൾഡബിളുള്ള സീറ്റുകളും ആംറെസ്റ്റുകൾ, 12 വോട്ടിൻ്റെ സോക്കറ്റ്, പിന്നെ മൊത്തം കാറിൻ്റെ പോലത്തെ ഒരു ഡാഷ്ബോർഡാണ്, പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവർ സീറ്റ് റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും പറ്റും. അതേപോലെ ഓപ്ഷനിലായിട്ട് അവരൊരു എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ആ ഒരു V2 എന്ന് പറഞ്ഞ വേരിയന്റിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ്. ഇനി V4 നോക്കുകയാണെങ്കിൽ ഇതിന് അഡീഷണലായിട്ട്, അതായത് ഈ പറഞ്ഞ ഫീച്ചേഴ്സിന് അഡീഷണലായിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഹീറ്ററും AC വരുന്നത് ആ ഒരു V4 എന്ന് പറഞ്ഞ വേരിയന്റിലാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ ആ ഒരു ഫാബ്രിക് നമുക്ക് വിനയിലും കിട്ടും, അതേപോലെ തന്നെ വേണേൽ ഫാബ്രിക്കും കിട്ടാം. നമുക്ക് രണ്ടും തമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ V4 നമുക്ക് അപ്പർ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, പൊക്കത്ത് എക്സ്ട്രാ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്, താഴത്തുള്ളത് കൂടാണ്ട്. പിന്നെ USB-C പോർട്ടും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി USB-C പോർട്ടും V4 വരുന്നുണ്ട്. V6 ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്, ഡ്രൈവർ സൈഡ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ തന്നെ 26 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സും മഹേന്ദ്ര കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് ക്യാമറകളും പാർക്കിംഗ് സെൻസറുകളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കാറുകളിൽ കണ്ടേക്കുന്ന പോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇപ്പോൾ ഈ ഒരു പിക്കപ്പിലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ വരുന്നുണ്ട്. പിന്നെ എൻജിൻ ഇമ്മൊബിലൈസറും അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പിക്കപ്പിൽ അവർ സേഫ്റ്റിക്ക് നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് മുതൽ തന്നെ നമുക്ക് ഓപ്ഷനിലായിട്ട് എയർ ബാഗ് കിട്ടുന്നതാണ്. ഇനി ആ ഒരു രണ്ടാമത്തെ വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ഡ്രൈവറിൻ്റെ ഹെഡ് റെസ്റ്റും അതേപോലെ തന്നെ 3 സീറ്റിലും നമുക്ക് ആ ഒരു സീറ്റ് ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സേഫ്റ്റിക്ക് നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു വണ്ടിയാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അവർ സേഫ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെയാണ്. ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ സേഫ്റ്റി ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ മഹേന്ദ്ര ഈ ഒരു സെഗ്മെൻറ്റിലും സേഫ്റ്റി നോക്കുന്നുണ്ട്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.5 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഡീസലിലും അവൈലബിൾ ആണ്, അതേപോലെ തന്നെ CNGയിലും അവൈലബിൾ ആണ്. ഡീസലിൻ്റെ മാക്സിമം പവർ നോക്കുകയാണെങ്കിൽ 80 HP ആണ്. അതേപോലെ തന്നെ 210 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 1400-നും 2000 RPM ഇടയ്ക്കാണ് 210 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. CNG നോക്കുകയാണെങ്കിൽ 90 HP അടുത്ത് പവറും വരുന്നുണ്ട്, 210 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൈലേജ് നോക്കുകയാണെങ്കിൽ ഡീസൽ നമുക്ക് ഏകദേശം 18 km/ലിറ്ററോളം മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്.
പറയുന്നത്. CNG നോക്കുകയാണെങ്കിൽ 1 കിലോ CNGയിൽ 19 കിലോമീറ്ററോളം മൈലേജ് കിട്ടുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഈ വണ്ടിക്ക് അവർ നല്ലപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വണ്ടിക്ക് ഒന്നെങ്കിൽ 1,00,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അതേപോലെ തന്നെ 20,000 കിലോമീറ്റേഴ്സ് കൂടുമ്പോഴാണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ വരുന്നത്. ബാക്കിയുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ 10,000 കിലോമീറ്റേഴ്സിലൊക്കെ സർവീസ് ഇൻ്റർവെൽ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു വണ്ടിക്ക് മഹേന്ദ്ര പറയുന്നത് 20,000 കിലോമീറ്ററാണ് സർവീസ് ഇൻ്റർവെൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലാഖിലാണ്. 8 ലാഖിലാണ് ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.